പെട്ടെന്നാണ് അവളുടെ മുന്നിലേക്ക് അവൻ ചാടി വീണത്. അവൾക്ക് എന്തു പറയണമെന്ന് അറിയില്ല. ഒന്ന് ഭയന്നു, എങ്കിലും അവൾ അവിടെ തന്നെ ഉറച്ചു നിന്നു. എന്നിട്ട് അവൻ്റെ ഒരു ചോദ്യം, തനിക്ക് എന്നെ ഇഷ്ടമാണോ? എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. തൻ്റെ വീട്ടിൽ വന്ന് വിവാഹാലോചിച്ചാൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമാകുമോ? അത്ര മാത്രമേ ചോദിച്ചുള്ളൂ, പിന്നെ ഒന്നും ചോദിച്ചില്ല. അടുത്ത ദിവസം തന്നെ അവൻ വീട്ടിലേക്ക് പെണ്ണ് അന്വേഷിച്ചു വന്നു. കൂടെ ഒരു അമ്മാവൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനെ ഒരുപാട് ബോധിക്കാത്ത തരമില്ലല്ലോ. കാരണം അവൻ നല്ലൊരു പണക്കാരനാണ്. ഈ ടൗണിലെ ഒട്ടുമിക്ക കടകളും അവൻ്റേതാണ്. എംടെക് കഴിഞ്ഞതിന് ശേഷം അവൻ സ്വന്തമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി. അതിലെ ഓഫീസറും കൂടിയാണ്. മറ്റെന്താണ് വേണ്ടത്? എൻ്റെ അച്ഛന് മനസ്സിലായി, തൻ്റെ മകൾക്ക് ഇതിലും വലിയ യോഗ്യതയുള്ള ഒരു പുരുഷനെ കിട്ടില്ലെന്ന്. തൻ്റെ മകളുടെ ഭാവി ഭദ്രമായിരിക്കുമെന്ന് അയാൾ കരുതി. പിന്നെ എല്ലാം ഇടിപിടിയെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ആ വലിയ ബംഗ്ലാവിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് കയറി ചെന്നു. അതായത് അവിടെ മറ്റാരുമില്ല. ഞാൻ ജോലിക്കാരെങ്കിലും ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആരുമില്ല. അന്ന് വിവാഹ ദിവസമായതുകൊണ്ട് കുറച്ച് ബന്ധുക്കൾ മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. എന്നെ വിവാഹം കഴിച്ച ആളുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ജഗന്നാഥ്. എൻ്റെ പേര് അരുണിമ. അരുണിമയും ജഗന്നാഥ് അത്യാവശ്യം ചേർച്ചയൊക്കെ ഉണ്ടല്ലേ. പക്ഷേ പിന്നീടുള്ള ജീവിതം അത്ര ചേർച്ചയില്ലാത്തതായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. സന്ധ്യ ആയപ്പോഴേക്കും അവിടെ ആകെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളും പോയി. അമ്മാവനാണെങ്കിൽ ലീവ് തീരെ ഇല്ല പറഞ്ഞു. വിവാഹം കൂടിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് കയറി ദുബായിലേക്ക് പോയി. മറ്റാരും തന്നെയില്ല. എന്തായാലും ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? എന്നെ താലി കിട്ടിയ ഭർത്താവിൻ്റെ കൂടെയല്ലേ. ഞാൻ ഇതൊക്കെ പെരുപെറുത്ത് നിൽക്കുമ്പോഴേക്കും ജഗന്നാഥേട്ടൻ എൻ്റെ പിറകിൽ വന്നു നിന്നിരുന്നു. പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു, തനിക്ക് വേണ്ട ഡ്രസ്സൊക്കെ അലമാരയിലുണ്ട്. ഏതാ വേണ്ടത് എന്ന് വെച്ചാൽ അത് നോക്കി ഇട്ടോളൂ. അതും പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ടേക്കായി പോയി. ഞാൻ പെട്ടെന്ന് തന്നെ ബെഡ്റൂമിലേക്ക് കയറി. ബെഡ്റൂമും തന്നെയുണ്ട് ഒരു വീടിന് കണക്ക്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി. എൻ്റെ വീട്ടിലെ ബെഡ്റൂം ഇത്രയ്ക്ക് വലിപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ അച്ഛനും ഒട്ടും മോശമൊന്നുമല്ല. ഞങ്ങളുടെ വീട് അത്യാവശ്യം വലിപ്പമുള്ള വീട് തന്നെയാണ്. ഞാൻ അലമാരയിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം എടുത്തു. നേരെ ഫ്രഷാക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഫ്രഷായി. അന്ന് ഞാൻ നെറുകയിലേക്ക് സിന്ദൂരം ചാർത്താൻ വേണ്ടി പോകുമ്പോഴാണ് ആ ഒരു ശബ്ദം. ഹലോ കിട്ടില്ലമ്മേ, ഇവിടെ തന്നെ മഹാറാണിയൊക്കെ വാഴിക്കാനൊന്നുമല്ല ഞാൻ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത്, അറിയാമോ? എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇത് സത്യം തന്നെയാണോ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. സത്യം തന്നെയാണ്. അയാളുടെ വാക്കുകൾ എൻ്റെ നെഞ്ചിലേക്ക് ശരം പോലെ വന്നു വീണു. നീ എന്താ കരുതിയേ? നിന്നെ ഞാൻ ഭാര്യയായിട്ട് ഇവിടെ വാഴിക്കാനാണോ കൂട്ടിക്കൊണ്ടുവന്നത് എന്നോ? അല്ല, എൻ്റെ പകയുടെ ഫലമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. 23 വർഷം മുന്നേയുള്ള എൻ്റെ പക ഇന്നും അത് കെട്ടടങ്ങിയിട്ടില്ല. തൻ്റെ അച്ഛനോടുള്ള പക. ഞാൻ കാര്യമൊന്നും മനസ്സിലാവാതെ എന്താ ചേട്ടാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. കാരണം അന്ന് നീ കുട്ടിയായിരുന്നു. ഞാൻ പറയാം, എല്ലാം ഞാൻ നിന്നോട് പറയാം. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, 23 വർഷം മുന്നേ. എൻ്റെ അച്ഛനും അമ്മയും ഒരു ഡോക്ടേഴ്സായിരുന്നു. നല്ലൊരു ഡോക്ടർ, പേരെടുത്ത ഡോക്ടേഴ്സ്. പക്ഷേ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് അവരുടെ വളരെയധികം സ്വപ്നമായിരുന്നു. അങ്ങനെ അവർ ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ തന്നെ തൻ്റെ അച്ഛൻ, അതായത് ദാമോദരൻ എന്ന് പറയുന്ന തൻ്റെ അച്ഛൻ വന്നിട്ട് എൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇത്രയും നല്ല ഡോക്ടറായിട്ട് വെറും ഒരു ക്ലിനിക്കിൽ ഒതുക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ തന്നെ പണിഞ്ഞൂടെ? അയാൾ എൻ്റെ അമ്മയെയും അച്ഛനെയും ഒരു വാഗ്ദാനങ്ങൾ പറഞ്ഞ് കയ്യിലെടുത്തു. അവരാണെങ്കിൽ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു. അവർക്ക് അതിൽ മോഹമുദിച്ചു. അങ്ങനെ അവർ ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടിയിട്ട് തുടക്കം കുറിച്ചു. തൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും അമ്മയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. എല്ലാ രീതിയിലും അവർ അടുത്തിടപഴകി. അതായത് നല്ലൊരു ചങ്ങാത്തം. പക്ഷെ തൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ വെറും ചതി മാത്രമായിരുന്നു. പാവം, അതൊന്നും അറിയാതെ എൻ്റെ അച്ഛനും അമ്മയും അയാളുടെ വലയിൽ വീണു. ഹോസ്പിറ്റൽ തുടങ്ങിയ ഏകദേശം വലിയൊരു എമൗണ്ട് തന്നെ ആവുമായിരുന്നു. 3/4 പൈസയൊക്കെ എൻ്റെ അച്ഛനും അമ്മയുടെയും കയ്യിലുണ്ടായിരുന്നു. അവരുടെ സ്വത്തൊക്കെ വിറ്റ് അവർ കൂട്ടിവെച്ചു. തങ്ങൾ പേടിക്കണ്ട, ബാക്കി പണം ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് തൻ്റെ അച്ഛൻ ഒരുപാട് പേപ്പറിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. വിശ്വസ്തത. എൻ്റെ അച്ഛനും അമ്മയും അതൊന്നും വായിച്ചു പോലും നോക്കിയില്ല. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റായി. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അവർക്ക് ഏകദേശം നല്ല വരുമാനം മാസം ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ അച്ഛൻ്റെ കടമൊക്കെ വീട്ടി. അങ്ങനെ ആ ഒരു ലാസ്റ്റ് ഘട്ടത്തിലാണ് നിൻ്റെ അച്ഛൻ, അതായത് നിൻ്റെ തന്ത എൻ്റെ അച്ഛനോട് പറഞ്ഞു,
നിങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ പേരും നടത്തിപ്പുകാർ മാത്രമാണ്. ഈ ഹോസ്പിറ്റലിൽ സ്ഥലവും ഇപ്പോൾ എൻ്റെ പേരിലാണ്. ഞാനാണ് ഇപ്പോൾ ഇതിൻ്റെ ഉടമ. നിങ്ങൾക്ക് ഇതിലൊരു അവകാശവുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് നിങ്ങൾ ഇത് നടത്തിക്കോളൂ. ഞാൻ ഇതിൻ്റെ ലാഭം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവൊന്നുമില്ല. ഇത് കേട്ടതും എൻ്റെ അച്ഛൻ നെഞ്ചു പൊട്ടി മരിച്ചു. എല്ലാം അതുകൊണ്ട് കഴിഞ്ഞു. എൻ്റെ അമ്മയും ഞാനും അനാഥമായി. കയ്യിലുണ്ടായതെല്ലാം കളഞ്ഞിട്ടാണ് ആ ഒരു ഹോസ്പിറ്റൽ കിട്ടിയത്. ഇനി അമ്മയ്ക്കും എനിക്കും മുന്നോട്ട് ജീവിക്കാൻ ഒന്നുമില്ല. കടമാണെങ്കിൽ അത്രയും ബാക്കി. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്കിലും നല്ലൊരു തൊഴിൽ അമ്മയുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ അമ്മ ഭയപ്പെട്ടു. പക്ഷെ പിന്നീടുള്ള രാത്രി എൻ്റെ അമ്മയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഓരോ രാത്രിയും തന്നെ അച്ഛൻ വന്നിട്ട് കടമൊക്കെ ഞാൻ വീട്ടിൽ തരാം, നീ എൻ്റെ കൂടെ കിടന്നാൽ മതി. ആദ്യമൊക്കെ വർത്തമാനത്തിൽ ഒതുങ്ങിയെങ്കിലും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറി. എൻ്റെ അമ്മയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെ ഒരു രാത്രി അയാൾ എൻ്റെ അമ്മയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു. എൻ്റെ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അയാളുടെ ക്രൂരമായ മർദ്ദനം എൻ്റെ അമ്മയ്ക്ക് അതിന് വഴങ്ങേണ്ടി വന്നു. 10 വയസ്സ് പോലും ആവാതെ എൻ്റെ മുന്നിൽ വച്ചായിരുന്നു അയാളുടെ എല്ലാ ലീലാവിലാസങ്ങളും. എൻ്റെ അമ്മയ്ക്ക് മനം നൊന്ത് പൊട്ടുന്നതിനേക്കാൾ വേദന മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു രാത്രിയിൽ അപ്പുറം എൻ്റെ അമ്മ ജീവനോടെ നിന്നില്ല. മകൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരാൾ ശരീരത്തെ കീഴടക്കിയിരിക്കുന്ന തൻ്റെ അച്ഛനല്ലാതെ മറ്റാരും എൻ്റെ അമ്മയെ മനസ്സിലില്ല. ആ ഒരൊറ്റ ചിന്ത കാരണം എൻ്റെ അമ്മ അന്ന് ജീവൻ ഒടുക്കി. നിന്റെ തന്ത ദാമോദരം കാരണം 3 ജീവിതങ്ങളാണ് ഇല്ലാതായത്. അതിൽ ജീവിച്ചിരിക്കുന്ന എനിക്കിപ്പോൾ ജീവൻ തന്നെയുള്ളൂ. എൻ്റെ ഉള്ളിൽ ജീവനല്ല, വെറും പക മാത്രം. തൻ്റെ ഫാമിലിയോട്, തൻ്റെ അച്ഛനോടുള്ള പക. ജഗന്നാഥ് ഏട്ടാ, എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ എന്ത് പിഴച്ചു? എൻ്റെ ജീവിതം എന്തിനില്ലാതാകുന്നത്? ഉടനെ തന്നെ ജഗന്നാഥിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നിന്റെ അച്ഛൻ്റെ സ്വത്തിലും സമ്പത്തിലും നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ്റെ പാപത്തിലും നിങ്ങൾക്ക് അവകാശമുണ്ട്. നിന്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട മകളല്ലേ നീ? കാത്തിരുന്ന് കിട്ടിയ മുത്തല്ലേ നീ? നിനക്ക് വേദനിച്ചാൽ നിന്റെ അച്ഛൻ്റെ ഹൃദയമായിരിക്കും പൊട്ടുക. അതിനു വേണ്ടി തന്നെയാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. തൻ്റെ ഓരോ വളർച്ചയും ഞാൻ വീക്ഷിച്ചിരുന്നു. ഞാൻ വെറും 3 വർഷമായിട്ട് ഈ നാട്ടിൽ വന്നത്. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം എൻ്റെ അമ്മാവനാണ്. പക്ഷെ എൻ്റെ അമ്മാവൻ ഇതൊന്നും അറിയില്ല. പാപം വിചാരിച്ചിരിക്കുന്നത് ഏതോ ഒരു കടബാധ്യത എൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു എന്നാണ്. മറ്റൊന്നും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് തീർക്കേണ്ടത് നിങ്ങളെയാണ്, നിങ്ങളുടെ കുടുംബത്തെയാണ്. മുച്ചോടും ഞാൻ നശിപ്പിക്കും. അവൾക്ക് ഒന്നും അവനോട് പറയാനില്ല. വാക്കുകളില്ല. അവനെ സമാധാനിപ്പിക്കാൻ ഒന്നും പറയാനുള്ള ഒരു അവസ്ഥയിലല്ല. അവളുടെ ജീവിതം മൊത്തം തകർന്നിരിക്കുകയാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് വരുന്നുണ്ട്. തൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് ഉള്ള കാലം ഞാനാണ് അനുഭവിക്കുന്നത്. എന്താണ് ചെയ്യുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉടനെ തന്നെ അവിടെ കിടന്ന പായയും തലയിണയും എടുത്ത് ജഗന്നാഥ് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. മഹാറാണി താഴെ കിടന്നുറങ്ങിയാൽ മതി. എൻ്റെ താഴെ, ഞാൻ കിടക്കുന്ന കട്ടിൽ നിന്ന് നേരെ താഴെ. എങ്കിലേ എനിക്ക് നിന്നെ ചവിട്ടി മെതിക്കാൻ പറ്റൂ. അവൾ ഒന്നും മിണ്ടാതെ അത് ഏറ്റുവാങ്ങി അവിടെ കിടന്നുറങ്ങി. എപ്പോഴോ കരഞ്ഞു തളർന്ന് അവൾ ഉറങ്ങിപ്പോയി. അവളോടുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവുമില്ല. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഈ കാലമാടന് ഇത് ഇഷ്ടമാവുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് ഉണ്ടാക്കാം. അങ്ങനെ പുട്ടും നല്ല കടലക്കറിയും അവൾ ഉണ്ടാക്കി. അവനെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചു. ജഗന്നാഥേട്ടാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ എന്താ നിന്റെ കാലിൽ തൊട്ട് തൊഴണോ? അതല്ല, ചൂടാറുന്നതിന് മുന്നേ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അരുണിമ അതും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ അവിടെ വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് പോയി. തമ്പുരാട്ടിയോട് ഒന്നിത് വിളമ്പിത്തരാൻ വേണ്ടി ഇനി പ്രത്യേകം പറയണമായിരിക്കും. അവൾ കിച്ചണിൽ നിന്ന് വന്ന് നേരെ അവനത് വിളമ്പിക്കൊടുത്തു. ഇതെന്തൊരു ജന്മം! ആദ്യം പറഞ്ഞു ഞാൻ എന്താ നിന്റെ കാല് പിടിക്കണമെന്ന്, ഇപ്പോൾ പറയുന്നു ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പ്. ശരിക്ക് ഒരു സൈക്കോ ആണോ ഇയാൾ? ജഗന്നാഥേട്ടാ, എനിക്ക് ഒന്ന് വീട്ടിൽ അമ്മയെ വിളിക്കണമായിരുന്നു. ഒന്ന് എൻ്റെ ഫോൺ തരുമോ? അവളുടെ ഫോണൊക്കെ ജഗന്നാഥ് അവൻ്റെ കസ്റ്റഡിയിലാക്കിയിരുന്നു. ഫോണൊക്കെ തരാം, പക്ഷേ നിൻ്റെ അമ്മയോട് മാത്രം വെറും 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. നിൻ്റെ ആ തന്തയുണ്ടല്ലോ ദാമോദരൻ, അയാളോട് ഒരു വാക്കുപോലും നീ മിണ്ടാൻ പാടില്ല. അമ്മയാണെങ്കിൽ അമ്മയെ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ എൻ്റെ ഈ വിഷമമൊക്കെ തീരും. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അത് ഓൺ ചെയ്തു. അവളുടെ അമ്മയെ വിളിച്ചു. അവളുടെ ഫോൺ വന്നതും അമ്മ സന്തോഷം കൊണ്ട്, മോളെ, നീ ഒരു വിവാഹം കഴിച്ചതിന് ശേഷം നമ്മളെയൊക്കെ മറന്നുപോയോ? വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങൊക്കെ ഇല്ലേ? നിങ്ങളിവിടെ എപ്പോഴാണ് താമസിക്കാൻ വരുന്നത്? അതിന് ഞാനും അച്ഛനും അങ്ങോട്ട് വന്നിട്ട് വിളിക്കട്ടെ? നിങ്ങളെ അത് കേട്ടതും
വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങൊക്കെ ഇല്ലേ? നിങ്ങൾ ഇവിടെ എപ്പോഴാണ് താമസിക്കാൻ വരുന്നത്? അതിന് ഞാനും അച്ഛനും അങ്ങോട്ട് വന്നിട്ട് വിളിക്കട്ടെ നിങ്ങളെ? അത് കേട്ടതും അവൾ ആകെ ഭയന്നു. അയ്യോ, അവരിവിടെ വന്നാൽ ഇയാൾ എങ്ങനെ പെരുമാറുമെന്ന് പറയാനാവില്ല. എൻ്റെ അച്ഛൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഞാനോ പെട്ടത് പെട്ടു. ഇനി അവരെ കൂടി കുടുക്കിൽ ചാടിക്കേണ്ട. എന്തിനാ അവരെ വെറുതെ വിഷമിപ്പിക്കുന്നത്? അയ്യോ അമ്മേ, നമ്മൾ നാളെ പുറത്തേക്ക് പോകുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. അതുകൊണ്ട് നാളെ അമ്മയും അച്ഛനും വന്നാൽ ശരിയാവില്ല. ശരി മോളെ, എന്ന് നിങ്ങൾ ട്രിപ്പ് പോയിട്ടൊക്കെ വാ, എന്നിട്ട് നമുക്ക് നോക്കാം. അതൊക്കെ ഇരിക്കട്ടെ, മോൾക്ക് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? എനിക്കിവിടെ സുഖാമ്മേ. സ്നേഹമ്മ എന്നോട് വളരെ. പിന്നെ ഇവിടെ മറ്റാരുമില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതും സംസാരിച്ച് അവൾ കോൾ കട്ട് ചെയ്തു. ഇതൊക്കെ ജഗന്നാഥ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ, നിന്റെ തന്ത അവിടെ ഇല്ലേ? അയാൾ എന്താ തട്ടിപ്പോയോ? ഏട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. എന്തായാലും എൻ്റെ അച്ഛനല്ലേ. നിനക്ക് അയാൾ പുണ്യവാനായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയില്ല. എന്തായാലും നീ റെഡിയായി നിൽക്ക്. നാളത്തേക്ക് നിൻ്റെ ഡ്രസ്സ് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ എടുത്ത് പെട്ടി പാക്ക് ചെയ്തോളൂ. നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണ്. വെറുതെ അമ്മയോട് പറഞ്ഞതാണെങ്കിൽ കൂടെ അത് സത്യമായി വന്നു. ജഗന്നാഥേട്ടാ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഓ, അതൊക്കെ പറഞ്ഞ് ജാതകമൊക്കെ നോക്കിയാലേ ഒന്ന് കൂടെ വരുമെന്നുണ്ടോ? അല്ല ജഗന്നാഥേട്ടാ, വെറുതെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. അങ്ങനെ അവർ പിറ്റേ ദിവസം തന്നെ ദുബായിലേക്ക് യാത്ര തിരിച്ചു. സത്യം പറഞ്ഞാൽ അവളെ ഹണിമൂണിന് കൊണ്ടുപോകുന്നതൊന്നുമല്ല. ജഗന്നാഥിന് ഒരു ബിസിനസ് ടൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ അവിടെ തനിച്ച് വിടണ്ട എന്ന് ആലോചിച്ചിട്ട് മാത്രം അയാൾ കൂടെ കൂട്ടിയതാണ്. അവളുടെ ആദ്യ ഫ്ലൈറ്റ് യാത്രയാണ് അത്. അതിൻ്റെ ഒരു ഭയവും അവൾക്കുണ്ട്. ചേട്ടാ, എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പേടിയാ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതെന്താ, ഫ്ലൈറ്റ് നിന്നെ അങ്ങ് പിടിച്ച് വിഴുങ്ങുമോ? മര്യാദയ്ക്ക് കൊഞ്ചാതെ എൻ്റെ കൂടെ വന്നാൽ മതി. എൻ്റെ ദൈവമേ, ഇയാളുടെ കൂടെയാണല്ലോ ഞാൻ ഫ്ലൈറ്റിൽ കയറേണ്ടി വരുന്നത് ആദ്യമായിട്ട്. എനിക്കാണെങ്കിൽ ഒരു അറിവുമില്ല. എന്തായാലും അവിടെ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാം. എന്തൊക്കെ ചെയ്യണമെന്നറിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും യാത്ര തുടങ്ങി. സംഭവം കോമഡി ആയിരുന്നു. അരുണിമയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് അറിയില്ല. എങ്ങനെ ഇടണമെന്ന് യാതൊരു നിശ്ചയവുമില്ല. അവൾ എങ്ങനെയൊക്കെയോ അത് കെട്ടിപ്പിടിച്ച് വെച്ചു. ഇത് കണ്ടിട്ട് ജഗന്നാഥ് ചിരിയടക്കാനായില്ല. എങ്കിലും അവളുടെ മുന്നിൽ അതൊന്നും കാണിച്ചില്ല. അവൻ വളരെ ഗൗരവത്തോടെ കൂടെ തന്നെ നിന്നു. ഒരു വിധത്തിൽ അവൾ ജഗന്നാഥിനോട് ചോദിച്ചു, ഒന്ന് ശരിയാക്കി തരുമോ? ഇത്രയും ചെറിയ കാര്യം വരെ നിനക്കറിയില്ലേ? നിന്റെ തന്തയ്ക്ക് ഇതിനേക്കാളും അറിവുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അയാൾ ഇത്ര ഒരു സ്വഭാവമായത്. ഈ കാലമട എന്ത് പറഞ്ഞാലും അവസാനം എൻ്റെ അച്ഛനെ കൊണ്ടെത്തിക്കും. ചോദിക്കണ്ടായിരുന്നു. അവസാനം ജഗന്നാഥ് അത് ശരിയാക്കി കൊടുത്തു. അങ്ങനെ അവർ ഏകദേശം ദുബായിലെത്താൻ സമയമായി. ഫ്ലൈറ്റ് അങ്ങനെ ലാൻഡ് ചെയ്തു. അവർ നേരെ ഒരു റൂമിലേക്ക് പോയി. ഹോട്ടൽ, അത് ഒരു ഒന്നൊന്നര ഹോട്ടലായിരുന്നു. വളരെ ഒരു വലിയ റൂം. അവൻ വലിയൊരു ബിസിനസ്സുകാരനല്ലേ. അവൾക്ക് ഇതൊന്നും വലിയൊരു ആശ്ചര്യമല്ല. അങ്ങനെ റൂമിലെത്തിയ അവൾ ഫ്രഷായി നല്ലൊരു ചായ കുടിച്ച് അവിടെ ഇരുന്നു. അപ്പോഴാണ് ജഗന്നാഥ് പറയുന്നത്, എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ വൈകിയായി വരും. രാത്രിയാകും. നീ ഇവിടെ ഇരുന്നാൽ മതി. ഫുഡൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സമയമാകുമ്പോൾ അവർ കൊണ്ടുതരും. ഇത് കേട്ടതും അരുണിമ, അയ്യോ, ഞാനെങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ? പിന്നെ നീ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നിന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ചു തിന്നുമല്ലോ. അത്രയ്ക്ക് വലിയ അപ്സരസല്ലേ. അവൻ്റെ ആ സംസാരം അരുണിമയ്ക്ക് അത്ര രസിച്ചില്ല. അവൾ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി. ഞാൻ എന്താ അത്രയ്ക്ക് മോശമാണോ? എന്ത് സുന്ദരിയാണ്. നല്ല മുടി, അതുപോലെ തന്നെ നല്ല വെളുത്ത നിറം, നല്ല കണ്ണ്, നല്ല മൂക്ക്. എനിക്ക് എന്താണ് ഒരു കുറവ്? അങ്ങനെ അവൻ അവിടെയുള്ള ഒരു ബാഗും എടുത്ത് നേരെ പുറത്തേക്ക് പോയി. ഉടനെ തന്നെ അരുണിമ ഡോർ ലോക്ക് ചെയ്തു. അവളുടെ കയ്യിലാണെങ്കിൽ ഫോണുണ്ട്. പക്ഷേ ദുബായ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ എങ്ങനെ ഇൻ്റർനാഷണൽ കോൾ വിളിക്കണമെന്നറിയില്ല. അങ്ങനെ ഏകദേശം ലഞ്ചൊക്കെ കഴിഞ്ഞു. രാത്രി ഡിന്നറും കഴിച്ചു. അതൊക്കെ അവൾക്ക് റൂം പോയി അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൾ ഒന്നുകൂടെ ഫ്രഷ് ആയതിനു ശേഷം അവിടെ ബെഡിൽ കിടന്നു. ടി വി കാണാൻ വേണ്ടി തുടങ്ങി. എപ്പോഴും ടി വി കണ്ടു കണ്ട് അവളോട് ഉറങ്ങിപ്പോയി. അങ്ങനെ സമയം ഏകദേശം അർദ്ധരാത്രിയിൽ 1 മണിയൊക്കെ ആയപ്പോഴാണ് ജഗന്നാഥ് അവിടെ വന്നത്. അതുവരെ അരുണിമ എന്താണ് ചെയ്യുന്നത്, അരുണിമ എങ്ങനെയാണ്, ഒന്നും ജഗന്നാഥൻ ചോദിച്ചില്ല. പക്ഷെ അവൾ അറിയാതെ ആ റൂമിൽ ഒരു CCTV വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യാമറയിലൂടെ അവൻ അവിടെയെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല അവൾ ഒറ്റക്കായതിൽ. അവൻ ഫ്രഷായി അവിടെ ബെഡിലേക്ക് കിടന്നു. ഒരു ബെഡുള്ളതിനാൽ തന്നെ അവൻ മാറിക്കിടക്കാനൊന്നും പോയില്ല. നല്ല കിങ് സൈസ് ബെഡാണല്ലോ, പിന്നെ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അവൾ ഉറങ്ങുന്നത് കണ്ട് അവൻ ഒന്ന് നോക്കി നിന്നു. പാവം തോന്നിയെങ്കിലും അവൻ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല.
അരുണിമ അവൻ വന്നതൊന്നും അറിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു അവളുടെ ആ ശബ്ദം. അവൾ ഉറക്കത്തിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പേടിച്ച് അവൾ എഴുന്നേറ്റു. ഉടനെ തന്നെ അവനും ഞെട്ടി ഉണർന്നു. പണ്ടാരത്തെ കൊണ്ട് മനുഷ്യനൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ സ്വപ്നത്തിൻ്റെ പരിഭ്രമത്തിലായിരുന്നു. അവൾക്ക് ആകെ ഭയമുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് ചാഞ്ഞു. അവൻ്റെ നെഞ്ചോട് പറ്റിക്കിടന്നു. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ഒന്നിടറി. എങ്കിലും അവൻ അവളുടെ നെഞ്ചോട് ചേർന്നുള്ള കിടപ്പ് ആസ്വദിച്ചു. അവൻ അവളെ കൈകൊണ്ട് കൂടുതലൊന്ന് അടുപ്പിച്ചു. ഒരു പുരുഷൻ്റെ ചൂട് ആദ്യമായി കിട്ടിയ അവൾ സുഖം കൊണ്ട് ഉറങ്ങിപ്പോയി. പക്ഷെ ജഗന്നാഥ് ഉറങ്ങിയില്ല. അവൻ അവളെ മാറോട് ചേർത്ത് ഒരുപാട് തവണ അവളെ ചുംബിച്ചു.